മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആട്ട കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുഴയ്ക്കുമ്പോൾ അധികം വെള്ളം എടുത്തൊഴിച്ച് കുഴയ്ക്കരുത്. വളരെ കുറച്ച് ഇങ്ങനെ വെള്ളം തളിച്ചിട്ട് വേണം ഇത് കുഴയ്ക്കാൻ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ പുട്ടിന് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ആട്ട എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ആദ്യമേ കുറേ വെള്ളം കോരി ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ആയിപ്പോവും. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുഴയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കുഴച്ച് വരുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ തൈകളായിട്ടാണ് ഇത് കിടക്കുന്നത്. പക്ഷേ അതെല്ലാം നനഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഉണ്ടല്ലേ, ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ വിട്ട് കിടക്കണം. അപ്പോൾ വലിയ കട്ടയെങ്ങാനും നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് മാറ്റി കൊടുക്കണം. ഇങ്ങനെ കുഴച്ച് വെച്ചതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഇങ്ങനത്തെ കിട്ടുവാണെങ്കിൽ ചെറിയ ഇങ്ങനാക്കി ചെയ്യും. അപ്പോൾ ഇതാണ് ഇത് തയ്യാറാക്കുന്ന ഒരു പാകം. കണ്ടില്ലേ, ഇങ്ങനെ കിടക്കണം, അല്ലാതെ കുഴഞ്ഞൊന്നും പോകരുത്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പുട്ടുണ്ടാക്കി തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി പുട്ടുണ്ടാക്കി തുടങ്ങാം. ആദ്യം കുറച്ച് തേങ്ങ ഇടുക. വീണ്ടും തേങ്ങ ഇടുക. നിറച്ചിട്ട് വീണ്ടും തേങ്ങ ഇടുക. പുട്ടുകുറ്റിയിലേക്ക് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരോ പുട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം.
ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അഭിപ്രായം പറയുമോ? വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.